ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹരിദാസ് അവനിലേക്ക് സ്വാഗതം. ഇന്നൊരു മധുരമുള്ള റെസിപ്പിയുടെ വീഡിയോ ആണ്. നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ നെയ്യ് പായസം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യം ഒരു 2 കപ്പോളം പച്ചരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പച്ചരിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 6 അച്ച് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ചേർക്കുക, പിന്നെ മധുരത്തിനനുസരിച്ചിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഈ ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് അരിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇപ്പോൾ കുറച്ചിങ്ങനെ വെള്ളം പോലെ ഉണ്ടാവും കേട്ടോ. ഇതൊന്ന് വറ്റിച്ചെടുക്കണം. മധുരം നമുക്ക് അത്യാവശ്യം വേണം, എന്നാലാണ് ആ നെയ്പായസത്തിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ശരിക്കൊന്ന് തിളച്ച് വരട്ടെ. ഇതാ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നെയ്പായസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ നെയ്യ്. അപ്പോൾ ഞാനിവിടെ RKGയുടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. ഇത് 2 സ്പൂണ് നേരിട്ട് ചേർക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നമ്മൾ തേങ്ങാക്കൊത്ത് ഉണ്ടാക്കിയിട്ട് അതിൽ വഴറ്റിയിട്ടായാലും ചേർത്ത് കൊടുക്കാം. പക്ഷെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി മണം കൂടുതലുണ്ടാവും കേട്ടോ നെയ്യിൻ്റെ. അപ്പം പിന്നെ നെയ്യൊക്കെ ഒന്ന് ഇതിലേക്ക് നന്നായിട്ട് മിക്സായിട്ട് വരട്ടെ. നന്നായിട്ട് ഇളക്കിയെടുത്താൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യ് പായസം ഇവിടെ റെഡി ആയിട്ടോ. അത്യാവശ്യം നല്ല മധുരം വേണം, എന്നാലാണ് നെയ്യ് പായസത്തിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിന് നമുക്കൊരു ഇലയിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കണം തോന്നുകയാണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.